ഞങ്ങൾ ടൂറിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ചാമരായി നഗറിൽ നിന്ന് പുറപ്പെട്ട് വാരാച്ചുക്കി എന്ന വെള്ളച്ചാട്ടം കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ പാർക്കിംഗ് ഏരിയയാണ്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ഗേറ്റൊക്കെ ഉണ്ട്. ആ ഗേറ്റിൻ്റെ അടുത്ത് ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട്. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാനായിട്ട്. ഇവിടെ ടിക്കറ്റിൻ്റെ റേറ്റ് 10 രൂപയാണ്. ഈ ഗേറ്റിൻ്റെ അപ്പുറത്തോട്ട് വണ്ടി കടത്തി വിടത്തില്ല. അപ്പം കുറച്ച് നടക്കാനുണ്ട്, അധികം നടക്കാനൊന്നുമില്ല. ഇവിടെ മഴയൊന്നുമില്ല, അതുകൊണ്ട് വെള്ളം കാണാൻ സാധ്യത കുറവാണ്. എന്നാലും ഒന്ന് പോയി നോക്കാം. ഇവിടെ ഒരു ഫലമൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്, ബാരാച്ചുക്കി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ട്. ഇത് ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന സാധനമാണ്. ഇവിടെ നല്ല ഗാലറിയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇരുന്ന് നല്ല വെള്ളച്ചാട്ടം നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാനായിട്ട് പറ്റും. ആ കാണുന്നതാണ് വെള്ളച്ചാട്ടം. വെള്ളമില്ലാത്തതുകൊണ്ട് ഒരു നീർച്ചാല് പോലെയാണ് വെള്ളം ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്നത്. ഈ ഭാഗം മൊത്തം കവർ ചെയ്ത് വെള്ളച്ചാട്ടം ഉണ്ടാവേണ്ടതാണ്. പക്ഷേ വെള്ളമില്ലാത്തതുകൊണ്ട് അത് നമുക്ക് ആസ്വദിക്കാനായിട്ട് കഴിയുന്നില്ല. കുറച്ചേ ഉള്ളൂ വെള്ളം. ഇതിപ്പം ഞങ്ങൾ ബാരാച്ചുക്കിയിലാണ് നിൽക്കുന്നത്. ഇത് ഗഗനചുക്കി വെള്ളച്ചാട്ടം. ബാരാച്ചുക്കിയിൽ നിന്ന് കുറച്ച് ദൂരം വണ്ടിയിൽ വരണം, 2-3 കിലോമീറ്റർ ഉണ്ട്. അപ്പം ഇത് വ്യൂ പോയിൻ്റാണ്. അതിൻ്റെ അടുത്തോട്ടൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പം ഗഗനചുക്കി ബാരാച്ചുക്കി വെള്ളച്ചാട്ടങ്ങളിൽ വെള്ളമില്ലാത്തതുകൊണ്ട് ഒരു ആംബിയൻസ് ഇല്ല. അപ്പോൾ ഞങ്ങൾ താഴോട്ടിറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ശിവനസമുദ്ര ബോട്ട് ജെട്ടി എന്നാണ് ഇതാണ് സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ കുട്ടവഞ്ചി സവാരിയാണ് പ്രധാനം. നമുക്ക് കുട്ടവഞ്ചി കയറി കുട്ടവഞ്ചിയിൽ 4 പേരെ ഒരേ സമയം അവർ കൊണ്ടുപോകും. ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ട്, വേണമെങ്കിൽ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടിരിക്കാം. ഇവിടെ ഒരു തടയണ കെട്ടിയിട്ടുണ്ട്. ആ തടയണ കെട്ടിയ ഭാഗത്താണ് ഈ ബോട്ടിങ് നടക്കുന്നത്. ഇത് പിന്നെ ഹൊഗനക്കല ബോട്ടിങ്ങുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അവിടെ വെള്ളച്ചാട്ടങ്ങളുടെ ഇടയിലൂടെയൊക്കെയാണ് ബോട്ടിങ് നടത്തുന്നത്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ പരന്ന് കിടക്കുന്ന വെള്ളത്തിൽ ഒരു തടയണ കെട്ടി നിർത്തിയിട്ടുണ്ട്. അവിടെ ആണ് ഈ ബോട്ടിങ് നടത്തുന്നത്. ഞങ്ങളിലെ കുറച്ച് പേരൊക്കെ ബോട്ടിങ്ങിന് കയറിയിട്ടുണ്ട്, 4 പേര്. ബാക്കി എല്ലാവരും കരയിലിരുന്ന്